ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രാജേഷ് ബിൻ. നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബീഫ് റോസ്റ്റ് ആണ്. ഒരുപാട് ആളുകൾ വളരെയേറെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒന്നാണ് ഈ ബീഫ് റോസ്റ്റ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഈ ബീഫ് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് നെയ്യോട് കൂടിയിട്ട് ബീഫ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കറി തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കറി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഈ ഒരു രീതിയിൽ നുറുക്കിയെടുത്ത് വെച്ചിരിക്കുകയാണ്. കറി തയ്യാറാക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ബീഫ് വാങ്ങിക്കുമ്പോൾ തന്നെ കുറച്ച് നെയ്യോട് കൂടിയ ബീഫാണ് വാങ്ങിക്കേണ്ടത്. ഇതിലോട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം നന്നായിട്ട് കഷ്ണങ്ങളിലൊന്ന് പിടിക്കട്ടെ. അതിനുശേഷം നമുക്കിത് ഈ കുക്കറിൽ വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് ഗ്രേവി ആക്കുമ്പോൾ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഞാനിവിടെ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 30 ചുവന്നുള്ളിയോളം എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഒരു വലിയ സവോളയും നീളത്തിൽ അരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട്. ബീഫ് റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഉള്ളിയും കൂടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തക്കാളിയാണ് വേണ്ടത്. ഞാനിവിടെ 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. 6-7 പച്ചമുളകും കൂടെ നടുവേ കീറിയത് ഇതിലോട്ട് ചേർക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി 2 വലിയ കഷ്ണം ഇഞ്ചിയും 2 കൂടം വെളുത്തുള്ളിയും പൊളിച്ചതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ബീഫൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക, അപ്പം നല്ല ടേസ്റ്റ് കിട്ടും. ഞാൻ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങയും കൂടി കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് റോസ്റ്റിലോട്ട് ചേർക്കുന്നതിനുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്ലേറ്റിലോട്ട് 3 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിലോട്ട് 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡർ തയ്യാറാക്കുന്ന വറ്റൽമുളകാണ്. അത് എരിവില്ല. 4-5 ചെറിയ കഷ്ണം പട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതധികം കട്ടിയുള്ള കറുവാപ്പട്ടയല്ല, അതുകൊണ്ടാണ് 4-5 കഷ്ണം എടുത്തിരിക്കുന്നത്. കട്ടി കൂടിയതാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 കഷ്ണം അല്ലെ 2.5 കഷ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഇനി 2 തക്കോലം ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. 5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. 6 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് കളയണം. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടി നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഈ രീതിയിൽ മസാലയൊക്കെ തയ്യാറാക്കി കറിയിലോട്ട് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മീറ്റ് മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർക്കുക. പക്ഷേ ഇതുപോലെ ചെയ്യുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതി ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മുളക് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ ഞെട്ടൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഒരു ചെറിയ ചീനച്ചട്ടിയിലോട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് മല്ലി ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചൂടായി കിട്ടുമ്പോൾ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടി നമുക്ക് ഒരുമിച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഏലക്ക ചേർക്കുമ്പോൾ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞതിന് ശേഷം ചേർക്കുക. മല്ലിയും മുളകും പെട്ടെന്ന് മൂത്തിട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് നമ്മളത് സെപ്പറേറ്റ് ചൂടാക്കിയെടുത്തത്. ഈ മസാല പൊടിക്കുന്നതിന് വേണ്ടി ചൂടാക്കിയെടുക്കുന്നതിന് 1.5 മിനിറ്റോളം ഇളക്കി കൊടുത്തുകൊണ്ട് ചൂടാക്കിയെടുത്താൽ മതിയാവും. ഇതും ഇപ്പം ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് എനിക്കിപ്പം ഈ മസാലയെല്ലാം പൊടിച്ച് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അധികം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ബീഫിൽ അത്യാവശ്യം നെയ്യുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല.
എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് ഇപ്പോൾ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഒരു പകുതി മൂപ്പിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേനും നമുക്കിതിലോട്ട് തേങ്ങ കൊത്തി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്തും എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബീഫ് റോസ്റ്റിന് അതിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഉള്ളി ചേർത്ത് ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഉള്ളിയും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി വേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്കിതെല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഇതിപ്പോൾ ഈ ഒരു പരുവത്തിൽ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയും നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലപ്പൊടികൾ ഇതിലോട്ട് ചേർക്കാം. ഇനി ഞാൻ ഇതിലോട്ട് പൊടി ചേർക്കുവാണ്. 4 ടേബിൾ സ്പൂൺ പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നത് 4 ടേബിൾ സ്പൂൺ പൊടിയാണ് ഉണ്ടായിരുന്നത്. ഫ്ലെയിം സിമ്മിലോട്ടാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ഈ പൊടികളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടിച്ചെടുത്ത മസാല മിച്ചം ഉണ്ടെങ്കിൽ അത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് അടുത്ത പ്രാവശ്യം കറി തയ്യാറാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലോട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ മീറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ചീനച്ചട്ടിയിലോട്ട് ഈ ബീഫും അത് വെന്ത വെള്ളവും എല്ലാം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വെള്ളം ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. കാരണം ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ബീഫിൻ്റെ നെയ്യെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കഷ്ണങ്ങൾ മാത്രം കോരിയെടുത്തതിന് ശേഷം റോസ്റ്റ് തയ്യാറാക്കുക. കാരണം ഈ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ നെയ്യുണ്ട്. ഇത് ഞാൻ കുക്കറിൽ 6 വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടുള്ള മീറ്റാണ്. ആദ്യമേ മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിലടുപ്പിച്ചു. അതിനുശേഷം പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിലിട്ട് 2 വിസിലും കൂടി അടുപ്പിച്ചെടുത്തു. ആ ഒരു രീതിയിലാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഏകദേശം 90% വേവിച്ചെടുത്താൽ മതി. ബാക്കി നമ്മൾ ഈ ചട്ടിയിലിട്ട് പൊടികളുടെ എല്ലാം കൂടത്തിൽ ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ കറി നന്നായിട്ട് കുക്കായിട്ട് കഷ്ണങ്ങളെല്ലാം നന്നായി സോഫ്റ്റായിട്ട് വന്നോളൂ. ഫ്ലെയിം ഇപ്പോഴും മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റിന് ശേഷം ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റുവാണ്. ഞാനിപ്പോൾ 30 മിനിറ്റോളം ഈ കറി സിമ്മിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വേവൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. കഷ്ണങ്ങളിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇപ്പോൾ കറിക്ക്. നല്ല മസാലയുടെ സ്മെല്ലൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിപ്പോൾ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലോട്ട് മാറിയിട്ടുമുണ്ട്.
ഇപ്പോൾ ഈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു സവോള അരിഞ്ഞതും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യമേ ഇതെല്ലാം നമ്മൾ ഒന്ന് ചേർത്തിരുന്നു, അതെല്ലാം ഗ്രേവിയുടെ കൂട്ടത്തിൽ മിക്സായി പോയി. ഇപ്പോൾ ഈ സമയത്ത് ഇതൊന്ന് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കഴിക്കുമ്പോൾ സവോളയും തക്കാളിയും ഒക്കെ ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് വാടി കിട്ടും. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. കറി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് തയ്യാറാക്കിയ ഈ ബീഫ് റോസ്റ്റ് കപ്പയുടെയോ അപ്പത്തിൻ്റെയോ പൊറോട്ടയുടെയോ ചോറിൻ്റെയോ അങ്ങനെ എന്തിൻ്റെ കൂട്ടത്തിലും ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. പുതിയൊരു റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.